ഹായ് ഫ്രണ്ട്സ്, മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ദൈവകൃപയാൽ. അപ്പോൾ എല്ലാവരും സുഖത്തോടും ആരോഗ്യത്തോടും ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വാ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പുട്ട് നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്, എന്നാൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു പുട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരല്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പല രീതിയിൽ പല പുട്ട് തയ്യാറാക്കാറുണ്ടല്ലേ. പാൽപുട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് പുട്ട്, ബീറ്റ്റൂട്ട് പുട്ട്, ഉള്ളിപ്പുട്ട്, എന്തൊക്കെ പേരുകൾ പറയാൻ പറ്റത്തില്ല, മാങ്ങാപ്പുട്ട്, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി കൂടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ, കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനത് ആ പുട്ടുപൊടിയിൽ ഉപ്പിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് കൂടിയിരുന്നാലും കുഴപ്പമില്ല. ഈ മാവ് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് 10-5 മിനിറ്റ് ആയാലും മതി. ഞാൻ എന്തായാലും 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചേക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ടൊരു മസാല തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള, വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായി ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കി ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഉപ്പ് കൂടി പോകാൻ പാടില്ല. ഇനി ഒരു 2 കറി ലീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒത്തിരി വഴന്നു പോകണ്ട. നമ്മൾ ഇനി ഇത് മാവിൻ്റെ കൂടെ വേവിച്ചെടുക്കും. ഉള്ളിയൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ നല്ല ഹെൽത്തുമാണ്. നമ്മുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ എരിവ് കുറച്ച് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ ആദ്യമേ ഇട്ട് ഒത്തിരി കുത്തി പൊടിക്കണ്ട. ഒന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഈ മുട്ട നമുക്കിതിൽ തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചിക്കി എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടണം, ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 3/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളക് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുളക് പൊടിയുടെ മണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മിസ്സാക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ വേണ്ടാന്നുള്ളവർക്ക് മുട്ട മാത്രം മതി, അങ്ങനെ ചെയ്യാം. പക്ഷേ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ പച്ചമണം ഇല്ലാത്ത രീതി വേണം നമുക്ക് ഈ മുട്ട ഒന്ന് നല്ലപോലെ ചിക്കി തോർത്തി എടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെയും പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഉണ്ടല്ലോ ഈ മല്ലിയിലയുടെ ഇതിൻ്റെയൊക്കെ ഒരു നല്ല ഫ്ലേവർ കിട്ടും. നമ്മളിത് മൂത്ത് വരുമ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ വെള്ളമെല്ലാം ഒബ്സർവ് ചെയ്ത് നല്ലതുപോലെ മാവ് പരുവത്തിന് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, കട്ടകളൊന്നും ഇല്ലാതെ. നമുക്കിതൊന്ന് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കട്ട എല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നല്ല മണവും ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. മുട്ടയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ചെല്ലുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഞാൻ പറയുന്ന പോലെ തന്നെ പുട്ടുകൂടെ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറ്റിയിൽ ഇതുപോലെ തേങ്ങയൊക്കെ നിങ്ങൾക്ക് എത്ര പീസായിട്ട് പുട്ട് കിട്ടണം എന്നുള്ള, ചിലർ 4 പീസായിട്ട് എടുക്കും, ചിലർ 3, ചിലർ 2 ഭാഗമായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക.
തേങ്ങ ചേർത്ത് കൊടുക്കാം. ആദ്യം തേങ്ങ ചേർത്തതിന് ശേഷം മാവ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം തേങ്ങ വീണ്ടും ചേർക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് തേങ്ങ കൂട്ടി പുട്ട് കഴിക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് ഇച്ചിരി തേങ്ങ കുറച്ച് മതി. അപ്പോൾ അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതാ ഞാൻ പുട്ട് കുറ്റി നല്ലപോലെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി വന്നിട്ടുണ്ട്. ആവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ രുചിയാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്കെല്ലാം ഒന്ന് ചെയ്ത് തയ്യാറാക്കി കൊടുത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളോ പഴമോ ഒന്നും ഇതിന് വേണ്ട. നമുക്ക് ചായ മാത്രം മതി. ചായയോ കട്ടനോ കാപ്പിയോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മുട്ട കൊണ്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.